ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം പ്രസന്റ് ടെൻസിനെ നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത് സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, മൂന്നാമത് പ്രസന്റ് പെർഫെക്റ്റ്. അപ്പോൾ മറ്റു രണ്ട് ടെൻസുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് എന്തായാലും ഒന്ന് കാണാത്തവർ കാണുക. ഇന്ന് നമ്മൾ പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചിട്ടാണ്. ഇതിൻ്റെ എങ്ങനെയാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഇത് ലൈഫിൽ ഉപകാരപ്പെടും ഈ ചാനൽ. അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രാജു ഹാസ് ഗോൺ ടു സ്കൂൾ. രാജു സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഈ പോയിട്ടുണ്ട് അങ്ങനെ അതിന് പറയാം രാജു ഹാസ് ഗോൺ ടു സ്കൂൾ. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ പറയാറുണ്ട് രാജു ഹാസ് ഓൾറെഡി ഗോൺ ടു സ്കൂൾ. രാജു സ്കൂളിലേക്ക് ഓൾറെഡി പോയിട്ടുണ്ട്. രാജു ഹാസ് ഗോൺ ടു സ്കൂൾ ജസ്റ്റ് നൗ. ഇങ്ങനെയുള്ള യൂസേജിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ ഇവിടെ രാജു സിംഗുലർ ആയതുകൊണ്ട് സപ്പോർട്ടിംഗ് വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഗോ എന്ന് പറയുന്ന വെർബിന്റെ തേർഡ് ഫോം അല്ലെങ്കിൽ V3 അല്ലെങ്കിൽ പാർട്ടിസിപ്പിൾ ഫോം. ഗോ വെന്റ് ഗോൺ. അപ്പൊ അതിന്റെ പാർട്ടിസിപ്പിൾ ഫോം ആയുള്ള തേർഡ് ഫോം അല്ലെങ്കിൽ V3 ഗോൺ ആണ് ഉപയോഗിക്കുക. അപ്പൊ രാജു ഹാസ് ഗോൺ ടു സ്കൂൾ. ഇനി ഹി ആണെങ്കിൽ അവിടെ സിംഗുലർ ആണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് ഹി ഹാസ് ഗോൺ ടു സ്കൂൾ. ഷീ എന്ന് പറയുന്നത് ഷീ സിംഗുലർ ആണ്. അവിടെ ഹാസിന് ഉപയോഗിക്കുന്നത് ഷി ഹാസ് ഗോൺ ടു സ്കൂൾ. ഈ ലത എന്ന് പറയുന്നത് ഒരു പേരാണ്, ഒരു ലേഡിയുടെ പേരാണ്. അത് ലത എന്ന് പറയുന്ന സബ്ജക്ട് സിംഗുലർ ആണ്. അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് ലത ഹാസ് ഗോൺ ടു സ്കൂൾ. ഇനി ഐ വരുമ്പോൾ ഐ എന്ന് പറഞ്ഞാൽ ഞാനാണ്. അത് സിംഗുലർ ആണെങ്കിലും ഇംഗ്ലീഷിൽ നമ്മളത് ഒരു പ്ലൂരൽ ഫോം പോലെയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഹാസിന് പകരം നമ്മൾ ഹാവ് ആണ് ഉപയോഗിക്കുന്നത്, HAVE. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഐ ഉപയോഗിക്കുമ്പോൾ ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. ഐ ഹാവ് ഗോൺ ടു സ്കൂൾ. ഇനി ദേ ആണെങ്കിൽ അത് പ്ലൂരലാണ്, അവർ. ദേ ഹാവ് ഗോൺ ടു സ്കൂൾ. അവർ സ്കൂളിൽ പോയിട്ടുണ്ട്. ഇനി വി എന്ന് പറയുന്നത് ഞങ്ങളാണ്. വി ഹാവ് ഗോൺ ടു സ്കൂൾ. അപ്പോൾ ഇതിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്. അപ്പൊ സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ്. അപ്പൊ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ എന്ത് ചേർക്കണം? ഹാസ് ചേർക്കണം. പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്. വെർബിന്റെ V3. ഇപ്പൊ ഗോ ആണെങ്കിൽ അതിന്റെ V3 എന്ന് പറയുന്നത് ഗോ ആണ്. ഗോ വെന്റ് ഗോൺ. ഇനി വർക്ക് എന്നുള്ളത് വെർബിന്റെ V3 ഫോം വർക്ക്, വർക്ക്ഡ്, വർക്ക്ഡ്. അപ്പൊ ഇവിടെ വർക്ക്ഡ് ആണ് വരാൻ. അപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഹി ഹാസ് വർക്ക്ഡ് എ ലോട്ട്. അവൻ നന്നായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ ഐ ആണെങ്കിൽ ഐ ഹാവ് വർക്ക്ഡ് എ ലോട്ട്. ഞാൻ നന്നായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ദേ ആണെങ്കിലോ ദേ ഹാവ് വർക്ക്ഡ് എ ലോട്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇതിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ് എന്നാണ് വരിക. അപ്പോൾ ഇത് മനസ്സിലാക്കി നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് കൃത്യമായിട്ട് എഴുതാനും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്പീക്കിങ്ങിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് റെൻസ് തോമസ് സൈനിങ് ഔട്ട്.